ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ 4th മൊഡ്യൂളിലെ ദി ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ 4.1 സമ്മേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സമ്മേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n AI എന്നാണ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ സിഗ്മ എന്ന് പറയുക സം ചെയ്യുക, അതായത് ഐക്ക് 1 മുതൽ n വരെ വാല്യൂസ് കൊടുക്കുക, സം ചെയ്യുക. അപ്പോൾ ഐക്ക് 1 കൊടുക്കുമ്പോൾ എന്താ വരിക, A1 വരും അല്ലേ, സം ചെയ്യുക. പ്ലസ് ഐക്ക് 2 കൊടുക്കുമ്പോൾ A2 വരും, പ്ലസ് എക്സെട്ര അങ്ങനെ കൊടുത്തിട്ട് എവിടെ വരെ ലാസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ n ആണ്, പ്ലസ് AN വരും. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n AI എന്ന് പറയുന്നത് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് ANനെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തും സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n AI, അതായത് ഐക്ക് 1 മുതൽ n വരെ വാല്യൂസ് കൊടുക്കുക, സം ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളിവിടെ നമുക്കറിയാം വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയാം അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡെൽറ്റ ഡി ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈമാണ്. ഇതിനൊക്കെ നമുക്ക് സമ്മേഷൻ വെച്ചിട്ട് എങ്ങനെ പറയാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് summation, distance and velocity. Okay, if a particle moves with a constant velocity v1 for a time interval delta t1, v2 for a time interval delta t2, v3 for a time interval delta t3, etc. and velocity vn for a time interval delta tn. ഓക്കെ, അപ്പോൾ v1ലുള്ള ടൈം വരുന്നത് ഡെൽറ്റ t1 ആണ്, v2ലുള്ള ടൈമിൽ വരുന്നത് ഡെൽറ്റ t2 ആണ്. അങ്ങനെ പോയിട്ട് vn വെലോസിറ്റി vn വരുന്നത് ഏത് ടൈമിലാണ്, ഡെൽറ്റ t എന്ന് പറഞ്ഞ ടൈമിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഡെൽറ്റ ഡി എന്ന് പറയുന്നത് എന്താ വരിക, ഡെൽറ്റ ഡി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയാറ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ ഡി ബൈ ഡെൽറ്റ ടീനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുക അല്ലേ. അപ്പോൾ ഡെൽറ്റ ഡി എന്ന് പറയുമ്പോൾ എന്ത് വരും, വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി വരും. അപ്പോൾ ഇവിടെ ഓരോ ടൈമിലും ഓരോ വെലോസിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഡെൽറ്റ t1 ടൈമിൽ വെലോസിറ്റി v1 ആണ്, ഡെൽറ്റ t2 ടൈമിൽ വെലോസിറ്റി v2 ആണ്, എക്സെട്ര. സോ ഇവിടെ നമ്മൾ ഡെൽറ്റ ഡി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ സം ചെയ്തിട്ട് എഴുതാം, v1 ഇൻറ്റു, അതായത് ഡെൽറ്റ ഡി എന്ന് പറയുന്നത് v ഇൻറ്റു ഡെൽറ്റ ഡി ആണ് അല്ലേ. ഇവിടെ നമുക്ക് ഡെൽറ്റ ഡി എന്ന് പറയുന്നത് എന്താ കിട്ടുക, v ഇൻറ്റു ഡെൽറ്റ ടി ആണ്. സോ അവിടെ v1 ഡെൽറ്റ t1, സോ v1 ഡെൽറ്റ t1 പ്ലസ് v2 ഡെൽറ്റ t2 പ്ലസ് എക്സെട്ര vn ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ വരിക, v1 ഡെൽറ്റ t1 പ്ലസ് v2 ഡെൽറ്റ t2 പ്ലസ് എക്സെട്ര പ്ലസ് vn ഡെൽറ്റ ടി. എന്തിന് നമുക്ക് സമ്മേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n vi ഡെൽറ്റ ടി ഐ അല്ലേ, അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കതിൽ ഒരു പ്രോബ്ലം നോക്കാം. ദി ബസ് ഇൻ ഫിഗർ 4.11, അതായത് ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബസ് ട്രാവൽ ചെയ്യാണ്. ഓക്കെ, ദി ബസ് ഇൻ ഫിഗർ 4.11 മൂവ്സ് വിത്ത് ദി ഫോളോയിങ് വെലോസിറ്റി 4 meters per second for the first 2.5 seconds, 5 meters per second for the second 3 seconds, 3.2 meters per second for the third 2 seconds, 1.4 meter per second for the fourth 1 second. അതായത് നമുക്ക് വെലോസിറ്റിയും തന്നിട്ടുണ്ട്, അതിൻ്റെ ഓരോ ടൈമും തന്നിട്ടുണ്ട് അല്ലേ. അതായത് v1 തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെൽറ്റ t1 തന്നിട്ടുണ്ട്, v2 ഇത് ഡെൽറ്റ t2 അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന്. സോ v1 ഈക്വൽ ടു 4 ആണ്, ഡെൽറ്റ t1 2.5, v2 ഈക്വൽ ടു 5, ഡെൽറ്റ t2 ഈക്വൽ ടു 3, v3 3.2, ഡെൽറ്റ t3 2, v4 1.4, ഡെൽറ്റ t4 1. നമുക്ക് കാണേണ്ടത് എന്താണ്, കാണേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ഈ ബസ്, ഹൗ ഫാർ ഡസ് ദി ബസ് ട്രാവൽ. ഓക്കെ, അപ്പോൾ എത്രത്തോളം ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അതിനെന്ത് കണ്ടാൽ മതി, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ ഡി എന്ന് പറയുന്നത് v1 ഡെൽറ്റ t1 പ്ലസ് v2 ഡെൽറ്റ t2 പ്ലസ് എക്സെട്ര. എത്ര വരെ ഉണ്ടോ അത്രയും വരെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്, 4 വരെയാണുള്ളത് അല്ലേ. അപ്പോൾ 4 വരെ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ വരിക, v1 ഇൻറ്റു ഡെൽറ്റ t1 പ്ലസ് v2 ഇൻറ്റു ഡെൽറ്റ t2, v3 ഇൻറ്റു ഡെൽറ്റ t3 പ്ലസ് v4 ഇൻറ്റു ഡെൽറ്റ t4. അതിവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 32.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് സമ്മേഷൻ I equal to 1 to 4 AI if A1 equal to 2, A2 equal to 3, A3 equal to 4 and A4 equal to 6. ഫൈൻഡ് സമ്മേഷൻ I equal to 1 to 4 I സ്ക്വയർ. അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് സമ്മേഷൻ I equal to 1 to 4 AI ആണ്. എന്താണ് സമ്മേഷൻ I equal to 1 to 4 AI എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? AIക്ക് Iയിൽ 1 മുതൽ 4 വരെ കൊടുക്കുക, സം ചെയ്യുക അല്ലേ. അപ്പോൾ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 കിട്ടും. A1 എന്താന്ന് തന്നിട്ടുണ്ട്? 2 ആണ് തന്നിട്ടുണ്ട്. A2 3 ആണ്, A3 4 ആണ്, A4 6 ആണ്. 4 കൂടി ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സമ്മേഷൻ I equal to 1 to 4 I സ്ക്വയർ ആണ്. I 1 മുതൽ 4 വരെ വേരി ചെയ്യുന്നുണ്ട്. I സ്ക്വയർ ആണ് നമുക്ക് കൊടുക്കേണ്ടത് അല്ലേ. വാല്യൂ കൊടുക്കേണ്ടത് I സ്ക്വയറിലാണ്. അപ്പോൾ എന്താ വരിക? ഇവിടെ AI എന്ന് പറയുന്നത് I സ്ക്വയർ ആണ്. അപ്പോൾ സമ്മേഷൻ I equal to 1 to 4 I സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? Iക്ക് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ, 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ, 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ, 4 കൊടുക്കുമ്പോൾ 4 സ്ക്വയർ. 4 കൂടിയും ആഡ് ചെയ്താൽ നമുക്ക് 30 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. സമ്മേഷൻ K equal to 1 to N AK എന്ന് പറയുന്നതും സമ്മേഷൻ I equal to 1 to N AI എന്ന് പറയുന്നതും സെയിം ആണ്. ഇവിടെ ഇൻഡെക്സ് എന്താണ്? ഈ AK എന്നതിനെ നമ്മൾ ഇൻഡെക്സ് എന്ന് വിളിക്കും കേട്ടോ. ഇവിടെ K ആണ് അല്ലേ, അതായത് K വേരീസ് ഫ്രം 1 to N ആണ്. ഇതിൻ്റെ സം എന്താ വരിക? A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN ആണ് വരിക. ഇവിടെ നോക്ക് I ആണ്. I വേരീസ് ഫ്രം 1 to N AI. അതായത് ഇവിടെ എന്തുതന്നെയാണ് വരിക? Iക്ക് 1 മുതൽ N വരെയല്ലേ കൊടുക്കുക. അപ്പോൾ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN സെയിം എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്താണ്? സെയിം ആണെന്ന് പറയാം. അതായത് ഇൻഡെക്സ് മാറ്റിയാലും സമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഇൻഡെക്സ് K equal to 1 to എന്ന് പറയുന്നതും സമ്മേഷൻ I equal to 1 to എന്ന് പറയുന്നതും എന്തുതന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് സമ്മേഷൻ I equal to 2 to 6 എന്നാണ് വരുന്നതെങ്കിലോ, സമ്മേഷൻ I equal to 2 to 6 BI ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? I 2 മുതൽ 6 വരെ, അതായത് B2 പ്ലസ് B3 പ്ലസ് B4 പ്ലസ് B5 പ്ലസ് B6 എന്ന് വരും. ഓക്കെ, ഇനി J equal to -2 to 3 CJ എന്നാണെങ്കിൽ -2 മുതൽ 3 വരെ വരും. അതായത് C -2 പ്ലസ് C -1 പ്ലസ് C0 പ്ലസ് C1 C2 C3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സമ്മേഷൻ K equal to 2 to 5 K സ്ക്വയർ മൈനസ് K. Kക്ക് 2 മുതൽ 5 വരെ കൊടുക്കണം. എന്താണ്? AIക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? K സ്ക്വയർ മൈനസ് K ആണുള്ളത്. അപ്പോൾ എന്താ വരിക? Kക്ക് ആദ്യം 2 കൊടുക്കുക അല്ലേ. അപ്പോൾ എന്ത് വരും? 2 സ്ക്വയർ മൈനസ് 2, 2 സ്ക്വയർ മൈനസ് 2, 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ മൈനസ് 3, 4 കൊടുക്കുമ്പോൾ 4 സ്ക്വയർ മൈനസ് 4 പ്ലസ് 5 കൊടുക്കുമ്പോൾ 5 സ്ക്വയർ, 5 വരെയാണുള്ളത്. അപ്പോൾ 5 വരെ കൊടുക്കുക. സോ 5 സ്ക്വയർ മൈനസ് 5 വരും. എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? വാല്യൂ 40 കിട്ടും. ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് സമ്മേഷൻ നൊട്ടേഷൻ ആണ്. ടു ഇവാലുവേറ്റ് സമ്മേഷൻ I equal to 1 M to N AI. I equal to M to N AI where M less than or equal to N. അതായത് N ആണ് വലുത് വരുന്നത്, എമ്മും എന്നും ഇൻറ്റിജേഴ്സ് ആണ്. ആൻഡ് AI ആർ ദ റിയൽ നമ്പേഴ്സ്. AI എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പറുമാണ്. ലെറ്റ് I ടേക്ക് ഈച്ച് ഇൻറ്റിജർ വാല്യൂ സച്ച് ദാറ്റ് M ലെസ് ദാൻ ഓർ ഈക്വൾ ടു I ലെസ് ദാൻ ഓർ ഈക്വൾ ടു N. അതായത് I ഈക്വൾ ടു M to N എന്ന് പറഞ്ഞാൽ I നമ്മൾ എങ്ങനെയാണ് വാല്യൂ കൊടുക്കുക? ആദ്യം M കൊടുക്കും, പിന്നെ M+1 കൊടുക്കും, പിന്നെ അങ്ങനെ പോയിട്ട് N വരെ. അതായത് Iൻ്റെ വാല്യൂ എമ്മിൻ്റെയും N-ൻ്റെയും ഇടയിലായിരിക്കും. For each such I, evaluate AI and add these resulting numbers. നമ്മളിപ്പോൾ ചെയ്ത സംഭവം തന്നെ, അത് അവരൊന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഓരോ AIയും കാണുക, എന്നിട്ട് അതെന്ത് ചെയ്യുക? മൊത്തം എത്ര AI ഉണ്ടോ അത്രയും AIs മൊത്തം സം ചെയ്യുക. അതായിരിക്കും നമ്മുടെ റിസൾട്ടിങ് നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ N-M. എത്ര നമ്പേഴ്സ് ഉണ്ടാവും ഇവിടെ? N-M പ്ലസ് 1 നമ്പേഴ്സാണ് അല്ലേ. അതെങ്ങനെയാണ് കാണുക? അപ്പോൾ സമ്മേഷൻ I equal to 1 to N, 1 to 2 വരെയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും അവിടെ? 1 to 2. AI ആണെങ്കിൽ A1 പ്ലസ് A2 എത്ര ടേമാണുള്ളത്? 2 ടേമാണ് അല്ലേ. അതിനെന്ത് ചെയ്താൽ മതി? 2 മൈനസ് 1 പ്ലസ് 1 ചെയ്താൽ മതി. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആണ്, 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആണ്. ഇനി വേറെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സമ്മേഷൻ I equal to 1 to 5 ആണെങ്കിലോ എങ്ങനെയാണ് വരിക? A1 പ്ലസ് A2 പ്ലസ് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 എന്ന് വരും അല്ലേ. മൊത്തം എത്ര എണ്ണം വരുന്നുണ്ട്? 5 എണ്ണം വരുന്നുണ്ട്. അതിനെന്ത് ചെയ്താൽ മതി? 5 മൈനസ് 1 പ്ലസ് 1 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് 5 കിട്ടും. ഇനി 2 to 5 ആണെങ്കിലോ
2 to 5 ആണെങ്കിൽ ഈ ഫസ്റ്റ് ടേം ഉണ്ടാവില്ല അല്ലേ. അതായത് 2 മുതൽ 5 വരെ എത്ര ടേമാണുള്ളത്? 1 2 3 4 4 ടേമാണുള്ളത്. അതായത് 5 - 2 എന്ന് പറയുന്നത് 3 ആണ്. 5 - 2 + 1 എന്ന് പറയുന്നത് എന്ത് വരും? 3 + 1 4 വരും. ഓക്കെ, അങ്ങനെയാണ് ഈ നമ്പർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ഈ സമ്മേഷനിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? സമ്മേഷൻ i = m to n എന്ന് പറയുമ്പോൾ അവിടെ എത്ര ടേംസ് ഉണ്ടാവും? n - m + 1 ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് സമ്മേഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് സമ്മേഷൻ i = m to m ai + bi = സമ്മേഷൻ i = m to n ai + സമ്മേഷൻ i = m to n bi. നമുക്കിതിനെ ബ്രാക്കറ്റ് സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി സമ്മേഷൻ i = m to n c ai എന്ന് പറയുന്നത് c ടൈംസ് സമ്മേഷൻ i = m to n a ആയിരിക്കും. വേഴ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് സമ്മേഷൻ എന്ന് പുറത്തെടുക്കാം. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി പറയുന്നത് ഇഫ് m <= n ആൻഡ് n + 1 <= p. അതായത് m എന്ന് പറയുന്നത് n-നെക്കാട്ടും ചെറുതാണ് ആൻഡ് p എന്ന് പറയുന്നത് n + 1-നെക്കാട്ടിലും വലുതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സമ്മേഷൻ i = m to p ai എന്ന് പറയുന്നത് എന്തായിരിക്കും? സമ്മേഷൻ i = m to n ai + സമ്മേഷൻ i = n + 1 to p. അതായത് ഇവിടെ നമുക്ക് വേണ്ടത് ശരിക്കും m മുതൽ n വരെയാണ്, p വരെയാണ്. ടോട്ടൽ p വരെയാണല്ലേ നമുക്ക് വേണ്ടത്. അല്ലേ, m to p ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ m മുതൽ p വരെയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു n ഉണ്ട് അല്ലേ. ഇവിടെ m <= n ഉണ്ട്. പിന്നെ എന്തും ഉണ്ടാവും? അതിൻ്റെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് n + 1 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ m to p ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? m to n + n + 1 to p. ഓക്കെ, അതായത് i = m to n + i = n + 1 to p ai. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ m to p എന്നുള്ളതിന് പകരം എന്ത് ചെയ്താൽ മതി? m to n + n + 1 to p എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത പ്രോപ്പർട്ടി ഇഫ് ai = c for all i with m <= i <= n where c is some constant. അതായത് m മുതൽ n വരെ, ഈ m മുതൽ n വരെ ഫുള്ള് എ ഐൻ്റെ വാല്യൂസ് മൊത്തം c ആണ്. ഫോർ ഓൾ i, എല്ലാ ഐകൾക്കും എ ഐ വാല്യൂ എന്താണ്? c ആണ്. അപ്പോൾ നമുക്ക് ഈ സമ്മേഷൻ എന്താ കിട്ടുക? സമ്മേഷൻ i = m to n ai എന്ന് പറയുമ്പോൾ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു am + am + 1 + എക്സെട്രാ + an വരും അല്ലേ. അപ്പോൾ am എന്താണ്? എല്ലാ ai = c ഫോർ ഓൾ i ആണ്. ഏത് i എടുത്താലും എ ഐൻ്റെ വാല്യൂ c ആണ്. അപ്പോൾ എന്ത് കിട്ടും? c + എക്സെട്രാ + c എന്ന് വരും. എത്ര c ഉണ്ടാവും? നമ്മൾ പറഞ്ഞു m മുതൽ n വരെ എത്ര ടേംസ് ഉണ്ട്? എത്ര ടേംസ് ആണുള്ളത്? n - m + 1 ടേംസ് ആണല്ലേ ഉള്ളത്. അപ്പോൾ എത്ര c ഉണ്ടാവും? n - m + 1 c ഉണ്ടാവും. അതെന്തായിരിക്കും? ദാറ്റ് ഈസ് c ടൈംസ് n - m + 1 അല്ലെങ്കിൽ n - m + 1 ടൈംസ് c ഉണ്ടാവും അല്ലേ. അതായത് m മുതൽ n വരെയാണ് ഇവിടെ ഉള്ളത്. അത് എത്ര ടേംസ് ഉണ്ടാവുക? n - m + 1 ടേംസ് ഉണ്ടാവുക. അത്രയും സികളുണ്ട്. അപ്പോൾ എത്ര സീസ് ഉണ്ടാവും? n - m + 1 സീസ്. അതായത് n - m + 1 ടൈംസ് c എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത് അതാണ്. ai = c ഫോർ ഓൾ i ആണെങ്കിൽ സമ്മേഷൻ i = m to n ai എന്ന് പറയുന്നത് c ടൈംസ് n - m + 1 ആയിരിക്കും. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി ഇഫ് ai <= bi ഫോർ ഓൾ i വിത്ത് m <= i <= n. ai <= bi ആണെങ്കിൽ സമ്മേഷൻ i = m to n ai <= സമ്മേഷൻ i = m to n bi ആയിരിക്കും. സമ്മേഷൻ സെയിം ആവണം കേട്ടോ. ഈ വാല്യൂ m മുതൽ n വരെ ഇവിടെ എടുക്കുന്നതും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ i = m to n ai <= സമ്മേഷൻ i = m to n bi നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സം ഓഫ് ദി ഫസ്റ്റ് n ഇൻറ്റിജേഴ്സ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിക്കുന്നതാണ്. സം ഓഫ് ദി ഫസ്റ്റ് n ഇൻറ്റിജേഴ്സ് എന്താണ്? 1/2 n × n + 1. അതായത് സം ഓഫ് ദി ഫസ്റ്റ് n ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + എക്സെട്രാ +
എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സം എന്താണ് 1/2 n ഇൻറ്റു n പ്ലസ് 1 ആണ്. അതിൻ്റെ സമ്മേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? സമ്മേഷൻ i ഈക്വൾ ടു 1 to n i എന്ന് എഴുതാം അല്ലേ. ഐക്ക് വാല്യൂസ് കൊടുക്കുക. ഐക്ക് 1 കൊടുക്കുമ്പോൾ 1 വരും, 2 കൊടുക്കുമ്പോൾ 2 വരും അല്ലേ. അപ്പോൾ 1 + 2 + 3 + എക്സെട്രാ പ്ലസ് n എന്ന് വരും. അതിൻ്റെ സം എന്താണ് 1/2 n ഇൻറ്റു n പ്ലസ് 1 ആണ്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ലാസ്റ്റ് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിന് ഈ പ്രൂഫ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, എസ് എന്ന് പറഞ്ഞിട്ട് ഈ സമ്മിനെ എടുക്കാം. ലെറ്റ് എസ് ഈക്വൾ ടു സമ്മേഷൻ i ഈക്വൾ ടു 1 to n i, ദാറ്റ് ഈസ് 1 + 2 + എക്സെട്രാ പ്ലസ് n. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം എസ് എഴുതാം. എസ് ഈക്വൾ ടു 1 + 2 + 3 + എക്സെട്രാ പ്ലസ് എന്നിൻ്റെ തൊട്ട് ബാക്കിൽ n - 1 ഉണ്ടാവും, അതിൻ്റെ തൊട്ട് ബാക്കിൽ n - 2 ഉണ്ടാവും. അപ്പോൾ പ്ലസ് n - 2 + n - 1 + n എന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മളിതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതാം. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എഴുതാം. അപ്പോൾ എന്താ ഉണ്ടാവുക, എസ് ഈക്വൾ ടു n + n - 1 + n - 2 + എക്സെട്രാ പ്ലസ് 3 + 2 + 1. ഓക്കെ, അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ എഴുതി. ഇനി ഇത് രണ്ടും കൂടി സം ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, എസ് പ്ലസ് എസ് 2s ഉണ്ടാവും, 1 + n n + 1, 2 + n - 1 എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക, 2 + n - 1 എന്ന് പറയുമ്പോൾ n + 1 ഉണ്ടാവും, n + 1 ഉണ്ടാവും. ഇനി 3 + n - 1 എന്ന് പറയുമ്പോഴോ 3 n - 1 + 3, അതും എന്ത് തന്നെയാണ് ഉണ്ടാവുക, n - 2 ആണ്. n - 2 + 3 എന്ന് പറയുമ്പോൾ അതും n + 1 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്താൽ 1ഉം n ആഡ് ചെയ്താൽ n + 1, 2 + n - 1 ആഡ് ചെയ്താൽ n + 1, 3 + n - 2 ആഡ് ചെയ്താൽ n + 1, എക്സെട്രാ n - 2 + 3 ആഡ് ചെയ്താൽ n + 1, n - 1 + 2 ആഡ് ചെയ്താൽ n + 1, ലാസ്റ്റ് n + 1. ഓക്കെ, അപ്പോൾ ഇവിടെ 2s ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടി, n + 1 + n + 1 + എക്സെട്രാ പ്ലസ് n + 1. എത്ര n + 1കളുണ്ട് ഇവിടെ? 1 മുതൽ n വരെയാണല്ലേ ഉള്ളത്. 1 മുതൽ n വരെ എത്ര ടേംസ് ഉണ്ടാവും? n ടേംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ എത്ര n + 1 ടേംസ് ഉണ്ടാവും? n + 1 ടേംസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ദിസ് ഈസ് ഈക്വൾ ടു n ടൈംസ് n + 1 എഴുതാം. ഇതിൽ കൂടെ മൊത്തം n എണ്ണ 1 2 3 എക്സെട്രാ എത്ര എണ്ണം ഉണ്ട്? n എണ്ണം ഉണ്ട്. അത് അപ്പോൾ നമുക്കിതിനെ n ടൈംസ് n + 1 എഴുതാം. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ, എസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എസ് എന്ത് കിട്ടും, ദിസ് ഇംപ്ലൈസ് എസ് ഈക്വൾ ടു ഈ 2നെ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്താൽ പോരെ, 1/2 n ഇൻറ്റു n + 1 വരും. ഓക്കെ, സോ 2s ഈക്വൾ ടു n ഇൻറ്റു n + 1 എന്ന് വന്നു, 2s ഈക്വൾ ടു n ഇൻറ്റു n + 1 എന്ന് പറഞ്ഞു. സോ s ഈക്വൾ ടു 1/2 ഇൻറ്റു n ഇൻറ്റു n + 1. ഓക്കെ, ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 100 ഇൻറ്റിജേഴ്സ്. ഫസ്റ്റ് 100 ഇൻറ്റിജേഴ്സിൻ്റെ സമ്മ് കാണണം. അപ്പോൾ ഇവിടെ n എന്താണെന്ന് തന്നിട്ടുണ്ട്, 100 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇതിപ്പോൾ സാധാരണ നമ്മൾ ഫസ്റ്റ് 100 ഇൻറ്റിജേഴ്സിൻ്റെ സമ്മ് കാണാമെന്ന് പറഞ്ഞാൽ 1 + 2 + 3 + എക്സെട്രാ പ്ലസ് 100 എന്നൊക്കെ ഓരോന്നും ഇങ്ങനെ എഴുതി കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതിലും കുറച്ച് നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. സോ n 100 ആണെന്ന് തന്നിട്ടുണ്ട്. വലിയ വലിയ സംഖ്യകളൊക്കെ തരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നോക്കുക, n 100 ആണെന്ന് തന്നിട്ടുണ്ട്. സം എന്ത് ചെയ്തു, s ഈക്വൾ ടു 1/2 n ഇൻറ്റു n + 1 ആണ് അല്ലേ. ഫസ്റ്റ് n നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 1/2 n ഇൻറ്റു n + 1 ആണ്. അപ്പോൾ ഇവിടെ n-ന് പകരം 100 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 1/2 ഇൻറ്റു 100 ഇൻറ്റു n + 1 എന്ന് പറയുന്നത് 101 വരും. 100 + 1 101 വരും. അപ്പോൾ ഇത് ചെയ്താൽ എന്താ വരിക, 100ഉം 2ഉം കട്ട് ചെയ്തു, ബാക്കി ഇവിടെ 50 ഉണ്ടാവും. സോ 50 ഇൻറ്റു 101 വരും. സോ 5050 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സം 4 + 5 + 6 + എക്സെട്രാ പ്ലസ് 29. ഇതിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സമ്മേഷനിൽ എഴുതാം, സമ്മേഷൻ i വാരീസ് ഫ്രം 4 to 29 i എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഇവിടെ 4 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, i ഈക്വൾ ടു 4 to 29 കൊടുത്താൽ മതി. സോ i ഈക്വൾ ടു 4 to 29 i എന്ന് എഴുതാം. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നമുക്കറിയാവുന്ന റിസൾട്ട് എന്താണ്, സമ്മേഷൻ i ഈക്വൾ ടു 1 to n ആണെങ്കിൽ, സമ്മേഷൻ i ഈക്വൾ ടു 1 to n ai ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും, i ആണെങ്കിൽ ഇവിടെ 1 to n i ആണെങ്കിൽ, സമ്മേഷൻ i ഈക്വൾ ടു 1 to n i ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം, 1/2 ഇൻറ്റു n ഇൻറ്റു n + 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്, 4 to 29 ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, i ഈക്വൾ ടു
1 to n 1 to 29ൻ്റെ സമ്മാണ് നമുക്കറിയാവുന്നത് അല്ലേ. 1 to n എന്ന് പറയുമ്പോൾ ഇവിടെ n 29 ആണ്. 1 to 29ൻ്റെ സമ്മാണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ടോട്ടൽ അറിയാവുന്നത്. നമുക്ക് കാണേണ്ടത് 4 to 29 ആണ്. അപ്പോൾ 4 മുതൽ 29ൻ്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? 1 to 29 വരെയുള്ള സമ്മെന്ന് 1 to 4 വരെയുള്ള സമ്മ് മൈനസ് ചെയ്താൽ പോരെ. 1 to 3 വരെയുള്ള സമ്മ്, 1 to 4 വരെയല്ല. ഇവിടെ 4 എന്ന് പറയുന്നത് ഒരു നമ്പറാണ് അല്ലേ. അപ്പോൾ 1 to 29 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ 1 to എന്തായിരുന്നു n to p വരെ കാണാൻ എന്ത് ചെയ്താൽ മതി? m to p വരെ കാണാൻ എന്ത് ചെയ്താൽ മതി? m to n വരെയും പിന്നെ n+1 to p യും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? m to p വരെ കാണാൻ m+n വരെയും പിന്നെ n+1 to p വരെയും കാണാം. അതേപോലെ നമുക്ക് 4 to 29 വരെയാണ് കാണേണ്ടത്. അപ്പോൾ 4 to 29 വരെ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 to 29 വരെയുള്ളതെന്ന് 1 to 3 വരെയുള്ളത് മൈനസ് ചെയ്താൽ പോരെ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. നമുക്ക് കാണേണ്ടത് 4 to 29 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ്. നമുക്ക് 1 to 29 വരെയുള്ള സം അറിയാം അല്ലേ. 1/2 ഇൻറ്റു n ഇൻറ്റു n+1 വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് 4 to 29 വരെയുള്ളതാണ്. അതിന് പകരം എന്ത് കണ്ടാൽ മതി? 1 to 29 വരെയുള്ളത് കണ്ടിട്ട് അതിന്ന് 1 to 3 വരെയുള്ളത് മൈനസ് ചെയ്താൽ മതി പോരെ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ സമ്മേഷൻ വെച്ചിട്ട് എഴുതാം? summation I equal to 1 to 29 I minus summation I equal to 1 to 3 I. ഓക്കെ, അപ്പോൾ അതെന്ത് വരും? summation I equal to 4 to 29 I equal to summation I equal to 1 to 29 I എന്ന് പറയുമ്പം 1/2 ഇൻറ്റു n ഇൻറ്റു n+1, അതായത് 1/2 ഇൻറ്റു 29 ഇൻറ്റു 29+1 30 വരും. മൈനസ് സമ്മേഷൻ I equal to 1 to 3 അയ്യോ 1/2 ഇൻറ്റു 3 ഇൻറ്റു 3+1 4 വരും. 1/2 ഇൻറ്റു 3 ഇൻറ്റു 4 വരും. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് 429 വരും. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് സമ്മേഷൻ j equal to 3 to 102 j minus 2. ഓക്കെ, 3 മുതൽ 102 വരെ j minus 2 ആണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെ ചെയ്യാം അതിനെ? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം? 3 മുതൽ 102 വരെയുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 3 മുതൽ 102 വരെയുള്ളത് കാണുന്നതിന് പകരം 1 മുതൽ 102 വരെയുള്ളത് കണ്ടിട്ട് അതിന്ന് 1 മുതൽ 2 വരെയുള്ളത് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ എന്ത് വരും? j equal to 3 to 102 എന്നുള്ളതിന് പകരം j equal to ഇവിടെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതിൻ്റെ മുന്നേ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം പ്രോപ്പർട്ടി 1 പ്രകാരം. അതായത് സമ്മേഷൻ j equal to 3 to 102 j minus 2 എന്നുള്ളതിനെ സമ്മേഷൻ j equal to 3 to 102 j മൈനസ് സമ്മേഷൻ j equal to 3 to 102 2 എന്ന് എഴുതാം അല്ലേ. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, സമ്മേഷനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ ഉണ്ടാവുക ഇവിടെ? സമ്മേഷനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സമ്മേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ആദ്യം നമ്മൾ ജെക്ക് സമ്മേഷൻ കൊടുത്തു, പിന്നെ നമ്മൾ 2നും സമ്മേഷൻ കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 1 to 102 മുതൽ ചെയ്തിട്ട് അതിന്ന് 1 to 2 മൈനസ് ചെയ്യാം. അതായത് j equal to 1 to 102 j മൈനസ് j equal to 1 to 2 j മൈനസ് ഇതിൻ്റെ സംബന്ധം വരിക. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. 3 to 102 വരെയാണ് വരുന്നത്. കോൺസ്റ്റൻറ്റ് 2 ആണ്. അപ്പോൾ എന്താ ഇതിൻ്റെ സമ്മേഷൻ വരിക? 2 ഇൻറ്റു 102 മൈനസ് 3 പ്ലസ് 1 വരും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ c ഇൻറ്റു n മൈനസ് എന്തായിരുന്നു? c ഇൻറ്റു n മൈനസ് m പ്ലസ് 1. അപ്പോൾ ഇവിടെ വരിക 2 ഇൻറ്റു 102 മൈനസ് 3 പ്ലസ് 1 വരും. അപ്പോൾ എന്താ വരിക? 102 മൈനസ് 3 എന്ന് പറയുമ്പോൾ 99 വരും, പ്ലസ് 1 വരുമ്പോൾ 100 വരും അല്ലേ. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് 100 വരും. അപ്പോൾ 2 ഇൻറ്റു 100 വരും. പ്രോപ്പർട്ടി 3 and 4 ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർ അല്ലേ? 2 ഇൻറ്റു 102 3 മുതൽ 102 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ 102 മൈനസ് 3 പ്ലസ് 1 ഉണ്ടാവും. അതായത് n മൈനസ് m പ്ലസ് 1, അത് 100 ആണ് വരിക. അപ്പോൾ 2 times 100 വരും. ആ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ എന്നുള്ള ഫോമിൽ നമ്മളെ പ്രോപ്പർട്ടി 3 and 4 പ്രകാരം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് j equal to
1 to 102 വരെയാണ്. അതിന് n/2 ഇൻറ്റു n ഇൻറ്റു n+1, അതായത് 1/2 ഇൻറ്റു n102 ആണ്. n+1 എന്ന് പറയുമ്പോൾ 103 മൈനസ് j = 1 to 2. j എന്താ വരിക? j = 1 to 2 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു n2 ആണ്. 2 ഇൻറ്റു 3 വരും. 2ഉം 2ഉം കട്ട് ചെയ്തിട്ട് ബാക്കി 3 ഉണ്ടാവും. ആ 3 ആണ് ഇവിടെ ഉള്ളത്. -3 മൈനസ് 2 ഇൻറ്റു 100 200 ഉണ്ടാവും. അത് ചെയ്താൽ എന്താ വരിക? 5050 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് summation I = 1 to n i³ മൈനസ് i-1 ഹോൾ ക്യൂബ് ഈക്വൽ ടു n³. ഇത് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ i = 1 to n i³ മൈനസ് i-1 ഹോൾ ക്യൂബ് ഈക്വൽ ടു n³ എന്ന് കിട്ടണം. i വാരീസ് ഫ്രം 1 to n ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സമ്മേഷൻ i = 1 to n i³ മൈനസ് i-1 ഹോൾ ക്യൂബിനെ ആദ്യം iക്ക് 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ എന്താ വരിക? iക്ക് 1 കൊടുക്കുമ്പോൾ ഇവിടെ 1³ വരും. i1 - 1 എന്ന് പറയുമ്പോൾ 0 വരും. അപ്പോൾ 1³ മൈനസ് 0³ പ്ലസ് iക്ക് 2 കൊടുക്കുമ്പോൾ 2³ മൈനസ് 2 - 1 1 ആണ്. അപ്പോൾ 2³ മൈനസ് 1³. ഇനി iക്ക് 3 കൊടുക്കുമ്പോൾ 3³ മൈനസ് 2³. iക്ക് 4 കൊടുക്കുമ്പോൾ 4³ മൈനസ് 3³ എക്സെട്ര. iക്ക് n-1 കൊടുക്കുമ്പോൾ എന്താ വരിക? n-1 മൈനസ് n-1 -1 വരും. n-1 -1 എന്ന് പറയുമ്പോൾ n-2. അപ്പോൾ n-1 ഹോൾ ക്യൂബ് മൈനസ് n-2 ഹോൾ ക്യൂബ്. പിന്നെ iക്ക് ലാസ്റ്റ് n കൊടുക്കുമ്പോൾ n³ മൈനസ് n-1 ഹോൾ ക്യൂബ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ 1³ ഉണ്ട്, ഇവിടെ -1³ ഉണ്ട്. അത് രണ്ടും കട്ട് ചെയ്തു. പിന്നെ 2³ ഉണ്ട്, -2³ അത് കട്ട് ചെയ്തു. 3³ ഉണ്ട്, -3³ അത് കട്ട് ചെയ്തു. അങ്ങനെ പോയിട്ട് ഇവിടെ n³ ഉണ്ട്, n-1 ഹോൾ ക്യൂബ് കട്ട് ചെയ്തു. n-2 ഹോൾ ക്യൂബ് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ടേമുമായിട്ട് കട്ട് ചെയ്തു. ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടെ ഒരു -0³ ഉണ്ട്, പിന്നെ ഒരു n³ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? -0³ എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് n³ എന്ന് പറഞ്ഞാൽ n³ ആണ്. അപ്പോൾ നമുക്ക് n³ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഓരോ ടേമിൻ്റെയും നെഗറ്റീവ്സ് 1³ നെഗറ്റീവ് ഇവിടെ -1³ വരുന്നുണ്ട്, അത് കട്ടായിപ്പോൾ. 2³ നെഗറ്റീവ് -2³ വരുന്നുണ്ട്, അത് കട്ടായിപ്പോൾ. 3³ -3³ കട്ടായിപ്പോൾ. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഇവിടെ n-1 ഹോൾ ക്യൂബ് തൊട്ട് മുന്നത്തെ n-1 ഹോൾ ക്യൂബ് ഇവിടെ കട്ടായിപ്പോൾ. n-2 ഹോൾ ക്യൂബ് അതിൻ്റെ തൊട്ട് മുന്നേ ഇവിടെ കട്ടായിപ്പോൾ. അപ്പോൾ ബാക്കി ഉണ്ടാവും ഇവിടെ ഒരു n³ ഉണ്ടാവും, ഇവിടെ ഒരു 0 ഉണ്ടാവും. അപ്പോൾ ആൻസർ എന്താ വരിക? n³ മൈനസ് 0³ പറഞ്ഞാൽ 0 ആണ്, അപ്പോൾ n³ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ടെലിസ്കോപ്പിംഗ് സം എന്ന് പറയാം. ടെലിസ്കോപ്പിംഗ് സം, അതായത് സമ്മേഷൻ i = 1 to n ai മൈനസ് ai-1 കിട്ടുക എന്താണ്? an മൈനസ് a0 ആയിരിക്കും. ai മൈനസ് ai-1 ജസ്റ്റ് കൊടുത്ത് നോക്കിയാൽ മതി. aiക്ക് a1 മൈനസ് എന്താ വരും? ഇവിടെ a1 മൈനസ് 1 എന്ന് പറയുമ്പം a0 വരും. പ്ലസ് ഇനി iക്ക് 2 കൊടുക്കുമ്പോൾ a2 മൈനസ് a1 വരും. അങ്ങനെ കൊടുത്ത് ലാസ്റ്റ് iക്ക് n കൊടുക്കുമ്പം an മൈനസ് an-1 എന്ന് വരും അല്ലേ? അപ്പോൾ ഈ a1 കട്ട് ചെയ്തോ, a2 കട്ട് ചെയ്തോ, an-1 തൊട്ട് ബാക്കിലുള്ള n-1 കട്ട് ചെയ്തോ, ബാക്കി an ഉണ്ടാവും, -a0 ഉണ്ടാവും. അതായത് an മൈനസ് a0 ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെലിസ്കോപ്പിംഗ് സം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് ദാറ്റ് ദി ബസ് ഇൻ ഫിഗർ 4.1, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫിഗറിലുള്ള ബസ് ഈസ് അറ്റ് പൊസിഷൻ yi അറ്റ് ti I = 0, 1, 2 etc. and that during time interval ti - 1 ti the velocity is constant. Velocity എന്താണെന്ന് തന്നിട്ടുണ്ട്? ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് vi = viനെ yi minus yi minus 1 by ti minus ti minus 1, that is delta yi by delta ti എഴുതാം. വേറെ i = 1, 2 etc. n. vi എന്ന് പറഞ്ഞാൽ delta yi by delta ti ആണ്. ഓക്കെ, യൂസിങ് എ ടെലിസ്കോപ്പിംഗ് സം confirm that the distance traveled equals the difference between the final and initial position. Distance travel ചെയ്തത് എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവലിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ഡി = സമ്മേഷൻ i = 1 to n vi ഡെൽറ്റ ടി ഐ ആണ് അല്ലേ? vi എന്താണെന്ന് തന്നിട്ടുണ്ട്? ഡെൽറ്റ yi ബൈ ഡെൽറ്റ ടി ഐ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, vi എന്ന് പറയുന്നത് ഡെൽറ്റ yi ബൈ ഡെൽറ്റ ടി ഐ ആണ്. അപ്പോൾ നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെൽറ്റ ഡി എന്ന് പറയുന്നത് എന്ത് വരും?
ഡെൽറ്റ ഡി ഈക്വൾ ടു സമ്മേഷൻ ഐ ഈക്വൾ ടു 1 to n വി ഐക്ക് പകരം ഡെൽറ്റ വൈ ഐ ബൈ ഡെൽറ്റ ടി ഐ കൊടുക്കാം. സോ ഡെൽറ്റ വൈ ഐ ബൈ ഡെൽറ്റ ടി ഐ ഇൻറ്റു ഡെൽറ്റ ടി ഐ വരും. സോ ഡെൽറ്റ ടി ഐയും ഡെൽറ്റ ടി ഐയും കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി എന്തുണ്ടാവും? സമ്മേഷൻ ഐ ഈക്വൾ ടു 1 to n ഡെൽറ്റ വൈ ഐ ഉണ്ടാവും. ഡെൽറ്റ വൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഐ മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ടെലിസ്കോപ്പിംഗ് സീരീസ് ആണ്, ടെലിസ്കോപ്പിംഗ് സം ആണ് അല്ലേ. ടെലിസ്കോപ്പിംഗ് സം എന്ന് പറയുന്നേരം അതിൻ്റെ ആൻസർ എന്താ വരിക? yn മൈനസ് y0 വരും. അല്ലെങ്കിൽ ജസ്റ്റ് ഇത് സം ചെയ്ത് നോക്കിയാൽ മതി. എന്താ ഫസ്റ്റിൽ y1 കൊടുത്തു, y1 മൈനസ് രണ്ടാമത്തെ ടേം എന്താ വരിക? 1 ഐക്ക് 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 0 വരും. y1 മൈനസ് y0 പ്ലസ് രണ്ടാമത്തെ ഐക്ക് 2 കൊടുക്കുമ്പോൾ y2 മൈനസ് y1 പ്ലസ് y3 മൈനസ് y2 പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും? ലാസ്റ്റ് ടേം yn മൈനസ് 1 വരും അല്ലേ. നമ്മളിത് നേരത്തെ പറഞ്ഞു. അപ്പം y1 കട്ട് ചെയ്തു, y2 കട്ട് ചെയ്തു, y3 കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്കി yn മൈനസ് 1 തൊട്ട് മുന്നത്തോട് കട്ട് ചെയ്യും. ബാക്കി yn മൈനസ് y0 ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇവിടെ വരുന്നത് yn മൈനസ് y0.